ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഗൈസ്, നമ്മൾ മൈക്കിളിനെ കൊല്ലാൻ പോവാണ് ഗൈസ്. നിങ്ങൾ വിശ്വസിച്ചില്ലേ ഗൈസ്? എന്നാൽ നമ്മൾ ശരിക്കും മൈക്കിളിനെ കൊല്ലാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഏതായാലും ആദ്യം തന്നെ മൈക്കിളിൻ്റെ വീട്ടിൽ പോവാണ്. ഓക്കെ, ഇത് ഒരു റിച്വലിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരാൾ തന്ന ജോലിയാണ്. അപ്പോൾ അതാരാന്നൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ആദ്യം തന്നെ സ്കിപ്പ് അടിച്ച് പോകണ്ട. അപ്പോൾ നമുക്ക് ഏതായാലും മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പയ്യെ കയറി പോവാം. ഓക്കെ, ആരും കാണുന്നില്ലല്ലോ. ഓക്കെ, ഒറ്റച്ചാട്ടം. ഇവിടെ അങ്ങ് ആരുമില്ല. സാധാരണ ഇവിടെ ഒരു ഗാർഡനർ നിൽക്കുന്നതാണ്. ഓക്കെ, നമുക്ക് പുറവശം വഴി കയറിപ്പോവാം. ഇവിടെ അമ്മാൻ്റെ വല്ല യോഗ ചെയ്യുവാണെങ്കിൽ നമ്മൾ പെട്ടു. ഇല്ല ഗൈസ്, അമ്മാൻ്റെയും ആരുമില്ല. ഓക്കെ, നമ്മളങ്ങനെ അകത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മൈക്കിളിൻ്റെ വണ്ടി തന്നെ എടുത്തുകൊണ്ട് പോകണം. കാറിനൊക്കെ ഉണ്ട് ഗൈസ്, കാരണം ഇതൊരു ആക്സിഡൻ്റാണ്. നമുക്ക് വീട്ടുകാരെയൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഈ പുള്ളിയുടെ കാർ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതായത് നമുക്ക് കാർ എടുത്തുകൊണ്ട് നമുക്കൊരു സ്ഥലം വരെ പോകാം ഗൈസ്. ഓക്കെ, കാർ എടുത്തുകൊണ്ട് അങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൺ ഷോപ്പിലോട്ടാണ് പോകുന്നത്. കുറച്ച് പൊട്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ ഏതായാലും അത് മേടിച്ചിട്ട് വരാം. ആൻഡ് ഗൈസ്, നമ്മൾ ഫൈനലി നമ്മുടെ അമ്മുനേഷനിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ഗൺ ഷോപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് പൊട്ടിത്തെറിക്കുന്ന കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ബ്രോ, നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇത് മേടിക്കണം, മറ്റേ സ്റ്റിക്കി ബോംബ് എവിടെയാണ്? അതേണ്ട തന്നെ. ഓക്കെ, പിസ്റ്റലൊന്നും വേണ്ട, നമുക്ക് സ്റ്റിക്കി ബോംബ്സ് മാത്രം മതി. ഓക്കെ, അങ്ങനെ നമ്മളൊരു കുറച്ച് സ്റ്റിക്കി ബോംബ്, കുറച്ച് ഗ്രനേഡ്, ഒരു ജെറിക്കാനൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈക്കിളിനെ വിളിക്കണം ഗൈസ്. മൈക്കിളിനെ വിളിച്ചിട്ട് നമുക്കവിടെ നിൽക്കാൻ പറയാം, എന്നിട്ട് മൈക്കിളിനെ പിക്ക് ചെയ്യാം. എന്നിട്ട് അതിന് മുമ്പ് ഗൈസ് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. കാരണം നമ്മുടെ ഈ മൈക്കിളിൻ്റെ കാറിൽ, ഈ കാറ് നമുക്ക് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യുന്ന പോലെ ഇതിൻ്റെ മുമ്പിൽ സ്റ്റിക്കി ബോംബൊക്കെ എറിഞ്ഞിട്ട് മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് മൈക്കിളിനെ പറ്റിക്കാം. അപ്പോൾ നമുക്ക് മൈക്കിളിനെ വിളിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഏതായാലും മൈക്കിൾ ഇതേ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് ഈ സ്റ്റിക്കി ബോംബ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വണ്ടിക്കകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മളേതായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈക്കിളിനെ പിക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പം ഗൈസ് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മൾ മൈക്കിളിനെ കൊണ്ട് ഒരു സ്ഥലം വരെ പോവും. ഓക്കെ, അവിടുന്ന് നമ്മൾ ഈ വണ്ടി പൊട്ടിക്കും. എന്നിട്ട് നമ്മളെ മൈക്കിളിൻ്റെ വീട്ടുകാരോട് പറയും ഇതൊരു ആക്സിഡൻ്റാന്ന് പറഞ്ഞ് നമ്മൾ നൈസായിട്ട് അങ്ങ് ഊരും. അപ്പോൾ നമുക്ക് മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ മൈക്കിളിനെ പിക്ക് ചെയ്യാം. മൈക്കിളിൻ്റെ വീട്ടിൽ തന്നെ നമ്മൾ ഒന്നുകൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ തവണ നമ്മൾ ഒളിച്ചാണ് വന്നത്, ഇത്തവണ നമ്മൾ ഡയറക്റ്റാണ് വന്നത്. മൈക്കിള് വാ, കയറി പെട്ടെന്ന് കയറി. നിന്റെ അടുക്ക് വന്നേ, പിന്നെ സ്റ്റിക്കി ബോംബും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നേ. നീ എന്നെ പരിപാടിയാ കാണിക്കുന്നേ? എന്നോട് ചോദിക്കാം നിന്റെ വണ്ടി എടുത്തിട്ട്. എടാ മൈക്കിൾ, അത് നീ വിചാരിക്കുന്ന പോലല്ല. ഞാൻ അമ്മാൻ്റെ കൂടെ ചോദിച്ചിട്ടാണ് നിന്റെ വണ്ടി എടുത്തത്. പിന്നെ ഈ സ്റ്റിക്കി ബോംബ്, എടാ നീ വലിയ ഗ്യാങ്സ്റ്റർ അല്ല, എന്നിട്ട് നിനക്കറിയത്തില്ല ഒറിജിനൽ സ്റ്റിക്കി ബോംബ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതാണ്. എടാ ഇത് ഞാൻ ഡിസൈന് വേണ്ടി നിന്റെ വണ്ടിക്കകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചേടാ. ഓ എടാ ഫ്രാങ്കിന് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നല്ലേ? ഓ ശരി. പിന്നെ നീ അമ്മാൻ്റെയോട് ചോദിച്ചിട്ടല്ലേ എടുത്ത്? അപ്പൊ കുഴപ്പമില്ല. പക്ഷേ എടാ അമ്മാൻ്റെ എന്നോട് അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ അമ്മാനെ മറന്നുപോയായിരിക്കൂടാ. എന്നാ ചിലപ്പോ മറന്നുപോയതായിരിക്കും. ഓ മണ്ടൻ തന്നെ. എടാ ഫ്രാങ്കിനെ നമ്മൾ എങ്ങോട്ടാണ് ഇപ്പൊ പോകുന്നത്? നീ എന്തോ അത്യാവശ്യമായിട്ട് കാണണം അങ്ങനെയൊക്കെ പറയുന്നത്. എടാ ഞാനത് പിന്നെ വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോഴത്തേക്ക് നമുക്കൊരു മൗണ്ടൈൻ ട്രിപ്പൊക്കെ പോവാന്നൊക്കെ വിചാരിച്ച്. ഓ ശരിടാ, ഞാനും വീട്ടിൽ ബോറടിച്ചൊക്കെ ഇരിക്കുവായിരുന്നു. അപ്പൊ നമുക്ക് വേഗം വിട്ടോ നീ. ആടാ ഓക്കെ. പിന്നെ ഫ്രാങ്കിൾ ഈ സ്റ്റിക്കി ബോംബിന്റെ ഡിസൈൻ ഒന്നും മാറ്റി തരണം കേട്ടോ, എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ എന്നോട് ചോദിക്കാതെയാണല്ലോ ഡിസൈൻ വെച്ചത്. എന്നോട് ഡിസൈനൊക്കെ മാറ്റി തരാം. പിന്നെ ഞാൻ പെട്ടെന്നൊന്ന് ചുമ്മാ ഒന്ന് വെച്ച് നോക്കിയെന്നേ ഉള്ളൂ, നമുക്ക് മാറ്റുകയും ചെയ്യാം. ഓക്കെ. ഫ്രാങ്കിള് എന്റെ വണ്ടിയാണോ? നീ ഒന്ന് പയ്യെ പോണോ? നീ ഇരിപ്പിച്ചു കഴിഞ്ഞാൽ നീ തന്നെ പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ. ഞാൻ 5ന്റെ പൈസ ചെലവാകത്തില്ല കേട്ടോ. ആടാ ഞാൻ പയ്യെ ഓടിക്കാം. ഓക്കെ മൈക്കിളെ, അപ്പോൾ ഏതായാലും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിച്ചേരാറായിട്ടുണ്ട്. ഓക്കെ, ഇതൊരു മലയുടെ മൗണ്ടൈൻ. നമ്മളെപ്പോഴും ചില്ലാട് മൗണ്ടൈനല്ലേ പോകുന്നത്, ഇത് വേറൊരു മൗണ്ടൈനാണ്. അതേതായാലും നന്നായി, ഒരു ചേഞ്ച് ഒക്കെ അത്യാവശ്യം. അതെ, നിന്റെ അവസാനത്തെ ചേഞ്ച് ചെയ്തു. എന്തെങ്കിലും പറഞ്ഞായിരുന്നോടാ? ഇല്ലടാ, നമുക്ക് പെട്ടെന്ന് സ്ഥലത്തറയെന്ന് പറയുമായിരുന്നു.
എന്നാ വേഗം പോകും. എനിക്ക് പുതിയ സ്ഥലം കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയ. എക്സൈറ്റഡ് ആണോ? എന്നാ പിടിച്ചോ. മൈക്കിൾ നമ്മളെ ദേഹത്തോട്ട് വീണു ഗൈസ്. നമ്മൾ പൊള്ളിപ്പോയി ചെറുതായിട്ടൊന്ന്. അതിന് കുഴപ്പമില്ല, നമ്മുടെ റിച്ചിലും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ദേണ്ട നമ്മളെ കത്തിച്ചാമ്പലേ കിടക്കുന്ന മൈക്കിള്. ഇവനെ അടുത്ത് നമുക്ക് ആ റിച്ചിലിനെ സ്ഥലത്തോട്ട് ഇട്ടേക്കാം. ഓക്കെ ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ റിച്ചിലിന് സ്ഥലം. ഏതായാലും ഈ ബോംബും കാര്യങ്ങളൊക്കെ ഇവന് വേണ്ടി മേടിച്ചല്ലേ, അത് ഇവന് തന്നെ ഇട്ട് കൊടുത്തേക്കാം. എന്നാടാ പിടിച്ചോ മൈക്കിളെ. എന്നാ എൻ്റെ വക ഒരു 2-3 ഗിഫ്റ്റ് നിനക്ക് ഇരിക്കട്ടെ. എന്നാ പിടിച്ചോ. എന്നാ പിടിച്ചോ. അയ്യോ ബോംബ് ദേ ഇങ്ങോട്ട് വരുന്നു. എന്നാ പിടിച്ചോ. ഇവൻ ഇറങ്ങി വരുവാണല്ലോ ഗൈസ്. എന്നാ പിടിച്ചോ. ഗിഫ്റ്റ് ഗൈസ്. നമുക്ക് ഇവൻ്റെ ഫാമിലിയോട് പറയാം ആക്സിഡൻ്റ് ആണ്. ഓക്കെ, ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടെന്നും പറയാം. അപ്പോൾ നമ്മുടെ ഇവൻ്റെ കാറ് പൊട്ടിപ്പോയിട്ടുണ്ട്, ഇവനും തട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ സെറ്റാണ്. ഓടിക്കോ. ദേ ഇവൻ ഇഴഞ്ഞിവിടം വരെ എത്തി. ഇവനെ തിരിച്ചു കൊണ്ടിടട്ടെ. ഓക്കെ, അങ്ങനെ അവനെ തിരിച്ചു കൊണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോംബും കാര്യങ്ങളൊക്കെ തീരാനായിട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമ്മുടെ മിഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അവൻ കത്തിച്ചാമ്പലായിട്ടുണ്ട്. അപ്പോൾ ഇവരെ പൊടി പോലും ആർക്കും ഇനി കിട്ടത്തില്ല. ഇത് എവിടുന്ന് കുറവന്മാർ അടിക്കാൻ വന്നിട്ടുണ്ടല്ലോ. ഇവർക്ക് സംഭവം എന്നാണെന്ന് അറിയത്തില്ല. അതായത് നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കണ്ടാവും. അവരെ നമ്മളെ കണ്ടിട്ടില്ല. ആ കണ്ടാനെ നമ്മൾ കൊന്നിട്ടുണ്ട്. നമുക്കൊരു ടിയർ ഗ്യാസ് കൂടെ അങ്ങോട്ട് ഇട്ടേക്കാം. ഓക്കെ, ടിയർ ഗ്യാസ് കൂടെ ഇട്ടിട്ട് നമുക്ക് സ്ഥലം വിടാം ഗൈസ്. ഓക്കെ, ടിയർ ഗ്യാസ് എടുത്ത് അങ്ങോട്ട് ഇടട്ടെ. ഓക്കെ, അവന്മാരാരും നമ്മളെ കണ്ടിട്ടില്ല. ഓടിക്കോ ഗൈസ്. നമുക്ക് ഈ റിച്ചിൽ തന്നാണ് നമുക്ക് അങ്ങോട്ടൊന്ന് വിളിക്കാം. ഓക്കെ, അയാൾ നമുക്ക് കുറച്ച് ഫണ്ടിങ് കാര്യങ്ങളൊക്കെ തരാനുണ്ട്. അപ്പോൾ അത് ആരാന്നും കൂടെ നമുക്ക് പറയാം. ഓക്കെ, ജിമ്മി തന്നെയാണ് ഗൈസ്. അത് മൈക്കിളിൻ്റെ സ്വത്ത് തട്ടിപ്പറിക്കാനുള്ള ടാക്ടിക് മൂവ്മെൻ്റ് ആണ് ഗൈസ്. എടാ മിഷൻ കംപ്ലീറ്റ് ആയോ? താഴെ ഞാൻ വണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആടാ മിഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, താഴെ വണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പെട്ടെന്ന് നിന്നെ പിക്ക് ചെയ്യാൻ വരാം. ഓക്കെ, ഏതായാലും ജിമ്മി പറഞ്ഞു മൈക്കിളിനെ ഒന്ന് ഫോൺ വിളിച്ച് നോക്കാം. ഓക്കെ, ബിസി എന്ന് കാണിച്ചാൽ ഫോൺ പൊട്ടിത്തെറിച്ചെന്നാ. അപ്പോൾ ബിസി എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിഷൻ ഏതായാലും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ ജിമ്മി പറഞ്ഞ ബൈക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതെന്തോ ഒരു റിച്വലിൻ്റെ ഭാഗമായത് കാരണമാണ് നമ്മൾ മൈക്കിളിനെ കൊന്നതും. ഓക്കെ, നമുക്ക് കുറേ ഫണ്ട് തരാമെന്നും ജിമ്മി പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മൾ ഏതായാലും ജിമ്മിയെ പിക്ക് ചെയ്യാൻ ജിമ്മിയുടെ അടുക്ക വന്നിട്ടുണ്ട്. ആടാ ജിമ്മി. ആടാ വണ്ടി പെട്ടെന്ന് എടുക്ക്. ആടാ ജിമ്മി, പക്ഷെ വണ്ടിയൊക്കെ പെട്ടെന്ന് എടുക്കാം. പക്ഷേ നമ്മുടെ പൈസയുടെ ഡീലിങ്സ് എങ്ങനെയാ? എനിക്ക് കുറെ പൈസ കിട്ടിയെന്നൊക്കെ എനിക്കറിയാം. എനിക്ക് 5 കോടി കിട്ടി. 2 കോടി നിനക്കും 3 കോടി എനിക്കും. അതെവിടുത്തെ പരിപാടിയാ? ഇതാണ് ഇവിടുത്തെ പരിപാടി. നീ വേണ പൈസ മേടിച്ചിട്ട് പോ. എന്നെ ഭയങ്കര അഹങ്കാരമാണല്ലോ. പിന്നെ ഏതായാലും 5 കോടി ഒന്നല്ല, മൈക്കിളിന്റെ ഫുൾ സെറ്റ് അവന് കിട്ടിയിട്ടുണ്ട്. എടാ ജിമ്മി, നമുക്കെന്നാ അതേ ആ കാണുന്ന മലയെ പോയി വൈബ് അടിച്ചാലോ? പോവാം. അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയല്ലേ? അതെ. ആടാ, നിനക്കൊരു സർപ്രൈസ് തരട്ടെ. എന്താ? എന്നാത്താ? എന്നാ പിടിച്ചോ. നാടാ നിനക്കുള്ള സർപ്രൈസ്. നിനക്ക് 3 കോടിയല്ലേടാ? ടിയർ ഗ്യാസ് ആണ്. നാളെ നിനക്കുള്ള സമ്മാനം. ഇഷ്ടപ്പെട്ടോടാ നിനക്ക് ഈ സമ്മാനം? നിന്റെ ഫുൾ എമൗണ്ട് ഞാൻ എൻ്റെ ഫോണിലോട് ട്രാൻസ്ഫർ ആക്കൂടാ. എന്നാ പിടിച്ചോ. നീ മൈക്കിളിനെ കൊല്ലാൻ പറഞ്ഞു, ഞാൻ കൊന്നു. നിന്നെയും കൊല്ലൂടാ. എന്നാ പിടിച്ചോ. ഹേഗേഴ്സ് അങ്ങനെ ജിമ്മിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, മൈക്കിളിനെ കൊല്ലാൻ പറഞ്ഞതും എല്ലാം ഇവനാണ് കേസ്. ഇവൻ എന്തോ റിച്വലും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ഇവൻ്റെ മൈക്കിളിൻ്റെ സ്വത്ത് ഫുൾ ഇവന് എടുക്കാനും വേണ്ടി. അപ്പോൾ ഏതായാലും നമുക്ക് പൈസ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്കിളിനെ കൊന്നു. ഓക്കെ, അപ്പം ഇവൻ കുറേ പൈസ മുക്കാൻ നോക്കി. അത് കാരണം നമ്മൾ ഇവനെയും കൊന്നു. അപ്പോൾ ഫുൾ പൈസ നമുക്ക് ഏതായാലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഏതായാലും ഇവനിവിടെ ഇട്ടേക്കാം കേസ്. ഓക്കെ, ആരും അറിഞ്ഞില്ല. ഓക്കെ, നമുക്ക് ഏതായാലും ഇനി ഓക്കെ ഇവൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ട്. പടക്കം പൊട്ടിച്ചാന്ന് ആൾക്കാർ വിചാരിച്ചോളുമായിരിക്കും. ഇതേ കിടക്കുന്ന കരിഞ്ഞ് ജിമ്മി. ഓക്കെ, ഇതുപോലെ തന്നെ ആയിരുന്നു മൈക്കിളും കിടന്നത്. നമുക്ക് ഏതായാലും ഇനി ഈ ബൈക്ക് എടുത്തുകൊണ്ട് നമുക്ക് നേരെ സ്ഥലം വിടാൻ കഴിയും. ഓക്കെ, നമ്മളിനി ഒന്നും അറിഞ്ഞിട്ടില്ല, നമുക്ക് പൈസയും കിട്ടി. ഓക്കെ, ഇവൻ്റെ ഫോണിൽ നിന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ ഇതെടുത്തായിരുന്നു, ട്രാൻസ്ഫർ ചെയ്തായിരുന്നു പൈസയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഭയങ്കര കോടീശ്വരനായിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും നന്നായിട്ട് ജീവിക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത കിടുക്കാച്ചി വീഡിയോ വരുന്നവരേക്കും ബൈ. ടാറ്റാ, സീ യു. ഗൈസ്, നിങ്ങൾക്ക് വേറെ വല്ല കണ്ടൻസും നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് നെക്സ്റ്റ് ഡേ ചെയ്യാം.